ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ പരീക്ഷാ തീയതികളും നമുക്ക് അറിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് സിലബസ് എന്താണ്, അതുപോലെ സിലബസിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട SCRT ഏതൊക്കെയാണ്, 20 മുൻവർഷ ചോദ്യ പേപ്പർ ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈ ഒരു പരീക്ഷ വളരെ ഈസി ആയിരിക്കും. അതിന്റെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം 423/2025 എന്നതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ. നെയിം ഓഫ് ദ പോസ്റ്റ് ചോദിച്ചാൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്. കമ്പനി ബോർഡ് LGS നമ്മൾ പറയും, കമ്പനി ബോർഡ് LGS ആണ്. ഇതിന്റെ പ്രിലിംസ് നമുക്കറിയാം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് പ്രിലിംസ് നടക്കുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് മെയിൻ പരീക്ഷയും നടക്കുകയാണ്. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിംസ്, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മെയിൻസ് എന്നിങ്ങനെയാണ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ കമ്പനി ബോർഡ് LGS നടക്കുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയുടെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കാണുന്നതാണ് സിലബസ്. 100 മാർക്കിന്റെ പരീക്ഷ. അതിൽ 40 മാർക്ക് പൊതുവിജ്ഞാനത്തിനാണ്. 40 മാർക്ക് പൊതുവിജ്ഞാനം, 20 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ. 20 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ, 10 മാർക്കിന്റെ സയൻസ്, 10 മാർക്കിന്റെ സയൻസ്, 10 മാർക്കിന്റെ പൊതുജനാരോഗ്യം, 20 മാർക്കിന്റെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ഓക്കെ, ഇങ്ങനെയാണ് 100 മാർക്കിന്റെ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന്റെ കൂടെ പഠിക്കേണ്ട നമ്മുടെ SCRT ടോപ്പിക് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തത് പൊതുവിജ്ഞാനത്തിലാണ്. പൊതുവിജ്ഞാനമാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത്. അതിലൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ്. 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുക. അപ്പൊ ഇതിൽ പഠിക്കേണ്ട ടോപ്പിക് SCRT നോക്കാം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1, പാർട്ട് 1ലെ ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിൽ തന്നെ 2ാമത്തെ ചാപ്റ്റർ, പാർട്ട് 2ലുള്ള 2ാമത്തെ ചാപ്റ്റർ ആണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പാഠപുസ്തകമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, അതും 8ാം ക്ലാസ്സിലെ. പിന്നെ 10ാം ക്ലാസ്സിലെ പാർട്ട് 1ലുള്ള ചാപ്റ്റർ 6, സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 6 ആണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഓക്കെ, ഇതൊരു 3 എണ്ണം. അധിനിവേശവും ചെറുത്തുനിൽപ്പും, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇതാണ് ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റർ എന്ന് പറയുന്നത്. അതവിടെ പഠിക്കുക. 2ാമത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. അവിടെ യുദ്ധങ്ങള്, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇവിടെയും 5 മാർക്കാണ്. ഇവിടെ 10ാം ക്ലാസ്സിലെ ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്റർ 2ാമത്തെ പാർട്ടിൽ പഠിക്കുക. അതുപോലെ തന്നെ 2ാമത്തെ പാർട്ടിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നതും പഠിക്കുക. ഇന്ത്യയുടെ വർത്തമാനം, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന 2 SCRT ചാപ്റ്റർ ഇവിടെ പഠിച്ചു പോവുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പഴയ പാഠപുസ്തകമുണ്ട്, അതും ഇവിടെ പഠിച്ചിട്ട് പോകണം. ഇനി 3ാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളാണ്. 5 മാർക്ക്. ഇവിടെ പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2 ചാപ്റ്റർ 9 ആണ് ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. 7ാം ക്ലാസ്സിലെ പാർട്ട് 1ലുള്ള സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടന വഴിയും വഴികാട്ടിയും. 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 8ാം ക്ലാസ്സിലെ പാർട്ട് 1ലുള്ള സോഷ്യൽ സയൻസിന്റെ പാർട്ട് 1ലുള്ള ചാപ്റ്റർ 5ാമത്തെ ഒരു ചാപ്റ്റർ ആണ്. അത് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അവകാശങ്ങളും കർത്തവ്യങ്ങളും. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1ലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഓക്കെ, ഭരണഘടനയ്ക്ക് ഒരു മുഖവുര, ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്നവ ഇവിടെ പഠിച്ചിട്ട് പോവുക. കൂടാതെ 9ാം ക്ലാസ്സിലെ പാർട്ട് 2 ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്നത്. പിന്നെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1ലെ ചാപ്റ്റർ 3
ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മൂന്നാമത്തെ ഏരിയയിൽ പഠിക്കുക. 5 മാർക്കാണ് SCRT പഠിച്ചു പോവുക. ഇനി നാലാമത്തെ ഒരു ഏരിയ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്കിന്റെ ഏരിയ ആണ്. ഇവിടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ പാർട്ടിലുള്ള ചാപ്റ്റർ 1 നോക്കുക, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാം ഭാഗം പാർട്ട് 1 ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ഒരു പാഠം. 9ാം ക്ലാസ്സിലെ തന്നെ രണ്ടാം ഭാഗത്തിലെ പാർട്ട് 1 ചാപ്റ്റർ 3 ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാം ഭാഗം പാർട്ട് 1 ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു SCRT. അതായത് ലോകത്തിന്റെ നെറുകയിൽ 9ാം ക്ലാസ്സിലെ SCRT, വിശാല സമതല ഭൂവിൽ 9ാം ക്ലാസ്സിലെ SCRT, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി 9ാം ക്ലാസ്സിലെ SCRT, മണലാരണ്യത്തിലൂടെ 9ാം ക്ലാസ്സിലെ SCRT. കൂടാതെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ, 9ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ഭാഗം ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. പിന്നെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവയാണ് ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് പഠിക്കാനുള്ള SCRT എന്ന് പറയുന്നത്. അതായത് 4 3 7 ചാപ്റ്റർ ആണ് ഇവിടെ കൃത്യമായി പഠിച്ചു പോകാനുള്ളത്. അടുത്തത് 5ാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ നോക്കുക, കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. ഇവിടെ 10 മാർക്കാണ് ലഭിക്കുന്നത്. എത്രയാണ്? 10 മാർക്കാണ്. പക്ഷേ SCRT ഇവിടെ കുറവാണ്. 5ാം ക്ലാസ്സിലെ നാടറിയാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ചാപ്റ്ററുമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം പൊതുവായി പഠിക്കാനുള്ളതാണ്. നദികൾ പഠിക്കണം, കായൽ, അടിസ്ഥാന വിവരങ്ങൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവ പഠിച്ചിട്ട് പോകണം ഈ ഒരു ഏരിയയിൽ നിന്ന്. 10 മാർക്കാണ്. നോക്കുക, 10 മാർക്കാണ്. കേരളത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയ 10 മാർക്കാണ് ഇവിടെ കിട്ടുന്നത്. ആ 10 മാർക്ക് കളയരുത്, കൃത്യമായി അടിച്ചെടുക്കണം. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 6ാമത്തെ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. 5 മാർക്കിന്റെ ഏരിയ ആണ്. 5 മാർക്കിന്റെ ഏരിയ. ഇവിടെ SCRT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും പാർട്ട് 2 ആണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 പാർട്ട് 2 ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതെന്ത് ചെയ്യുക? ഇവിടെ പഠിച്ചിട്ട് പോവുക. കൂടാതെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2 പഴയ പുസ്തകമായ കേരളം ആധുനികതയിലേക്ക്, 8ാമത്തെ ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇത്രയും, അതായത് ഈ 3ഉം 2ഉം 5 ചാപ്റ്റർ ഇവിടെ SCRT ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. അത് തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ എന്താണ്, സാക്ഷരതാ പുസ്തകങ്ങളിൽ കൃത്യമായി ഈ ഒരു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും പഠിക്കാം. ഇനി 7ാമത്തെ ഏരിയയിലേക്ക് പോയാൽ, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്കാണ്. ഇവിടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിച്ചു പോവുക. ബാക്കി പുറമേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി പിന്നെ ആനുകാലിക വിഷയങ്ങളാണ്. 20 മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ. അവിടെ നിങ്ങൾക്ക് എന്താണ്, PSC ബുള്ളറ്റിൻ കൃത്യമായി ഉപയോഗിക്കാം. പിന്നെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, PSC ബുള്ളറ്റിൻ കൃത്യമായി നോക്കാം. പിന്നെ മാതൃഭൂമി GK ആൻഡ് കറന്റ് അഫയേഴ്സ്, ഇതൊക്കെ നോക്കി പോവുക. ഡെയിലി പല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചാനലിൽ നിന്നും ഒരുപാട് കറന്റ് അഫയേഴ്സ്, അതൊക്കെ പഠിച്ചു പോവുക. പിന്നെ 5 മാർക്കിന് ജീവശാസ്ത്രമാണ്. അതിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഓക്കെ, ഇത്രയുമാണ് ജീവശാസ്ത്രത്തിന് 5 മാർക്ക് ലഭിക്കുന്നത്. അവിടെ 6ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 1 ആഹാരത്തിലൂടെ ആരോഗ്യം, 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 1 വിളയിക്കാം നൂറുമേനി, 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 9 പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ സയൻസിലെ 17ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 2 ദഹനവും പോഷക സംവഹനവും,
അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 4 ചലനത്തിനു പിന്നിൽ, 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 1 ജീവന്റെ ജനിതകം, 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 3 സംവേദനങ്ങൾക്ക് പിന്നിൽ, 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 4 ജീവികളിലെ രാസസംവേദനം, 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 6 ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അതായത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, 5 5 10 ചാപ്റ്റർ ആണ് ഈ ഒരു ബയോളജിയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. 5 മാർക്കിന്റെ ജീവശാസ്ത്രം, ഈ 5 ഏരിയയിലേക്ക് 10 ചാപ്റ്റർ പഠിക്കുക. ഓക്കെ. അടുത്തത് ഭൗതിക ശാസ്ത്രം രസതന്ത്രം, രണ്ടും കൂടി 5 മാർക്കാണ്. അതിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ഈ 12 ഏരിയ ആണ് നോക്കാനുള്ളത്. അതിന്റെ SCRT നോക്കാം. 8ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 5 മൂലകങ്ങളും സംയുക്തങ്ങളും നോക്കി പോവുക. 8ാം ക്ലാസ്സിലെ SCRT സയൻസ് ചാപ്റ്റർ 6 ലോഹങ്ങളും അലോഹങ്ങളും. 8ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 15 പദാർത്ഥങ്ങളുടെ രസതന്ത്രം. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന. പിന്നെ അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. 10ാം ക്ലാസ്സിലെ തന്നെ കെമിസ്ട്രി ചാപ്റ്റർ 6 ലോഹങ്ങൾ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 7 വ്യാവസായിക പ്രാധാന്യമുള്ള മൂലകങ്ങൾ. 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 5 കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്നത്. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സയൻസിൽ ഊർജ സ്രോതസ്സുകൾ പഠിക്കുക. 6ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 8 ചലനം നിത്യജീവിതത്തിൽ പഠിച്ചു പോവുക. 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 4 പ്രകാശം പ്രതിപദിക്കുമ്പോൾ. 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 6 താപം നിത്യജീവിതത്തിൽ. 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 2 ആകാശവിസ്മയങ്ങൾ. 8ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 2 ചലനവും ബലവും. 8ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 3 മർദ്ദം. 8ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 12 ഗോളീയ ദർപ്പണങ്ങൾ. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ചാപ്റ്റർ 1 പ്രകാശത്തിന്റെ അപവർത്തനം. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 2 ചലന സമവാക്യങ്ങൾ. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 3 ചലന നിയമങ്ങൾ. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 5 പ്ലവക്ഷമ ബലം. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 6 പ്രവൃത്തിയും ഊർജവും. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 8 ശബ്ദം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 1 ശബ്ദ തരംഗങ്ങൾ. അതുപോലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 2 ലെൻസുകൾ. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇത്രയുമാണ് SCRT പോർഷൻസ് നമ്മുടെ ഭൗതിക ശാസ്ത്രം രസതന്ത്ര മേഖലയിലുള്ളത്. 12 ഏരിയ ആണ് പഠിക്കാനുള്ളത്. നോക്കുക, 3 2 5, 5 5 10, 10 5 15, 15 5 20, 25 2 27 ചാപ്റ്റർ. ഈ 27 ചാപ്റ്ററിൽ കൂടുതൽ നിങ്ങൾ പുറത്തുനിന്നൊന്നും ഇവിടെ നോക്കണ്ട. കാരണം ഇതിന് ഇത്രയേ ഒരു പ്രസക്തിയുള്ളൂ. 27 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പൊതുജനാരോഗ്യം 10 മാർക്കിന്റെ പൊതുജനാരോഗ്യമാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഓക്കെ. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 5ാം ക്ലാസ്സിൽ ഒരു സയൻസ് ചാപ്റ്റർ ഉണ്ട്. 2ാമത്തെ ചാപ്റ്റർ ആണ് വ്യാധികൾ പടരാതിരിക്കാൻ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ബയോളജി 5ാമത്തെ ചാപ്റ്റർ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. 6ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 9 മാറ്റം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 5 പ്രത്യുൽപാദന ആരോഗ്യം. 10ാം ക്ലാസ്സിലെ ബയോളജി പഴയ പുസ്തകം ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്നത്. ഇത്രയും പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ 5 ചാപ്റ്റർ ആണ് നിങ്ങൾ ഇവിടെ പഠിക്കാനുള്ളത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടില്ല, എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. 10 മാർക്കാണ്. കൂടുതൽ കാര്യങ്ങൾ പുറമേ നിന്ന് പഠിക്കണം. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പുറമേയും ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് നന്നായി പഠിച്ചു പോവുക. 10 മാർക്ക് ഇവിടെ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. ഇനി കണക്കാണ്. ഗണിതത്തിന്റെ 10 മാർക്ക് സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ, ലസാഗു ഗുസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി കളക്ട് ചെയ്യുക. മോക്ക് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ കിട്ടും അത് കളക്ട് ചെയ്യുക. എവിടെ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവുക. പ്രത്യേകം ഒരു ചാപ്റ്റർ ഇവിടെ പറയുന്നില്ല. അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പഠന പരിശോധനയും 10 മാർക്കാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ,
അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇവിടെ 8 ഏരിയ കൃത്യമായി എന്താണ് ഇവിടെയും PYQ തന്നെ ഇവിടെ ആശ്രയിക്കുക. അതുപോലെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ SCRTയും സിലബസുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട LGS തയ്യാറെടുക്കുമ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട മുൻവർഷ ചോദ്യങ്ങൾ 20 മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. കൃത്യമായി ഇത് പഠിച്ചു പോവുക. അതിൽ ഏറ്റവും ആദ്യം 135/2025 അറ്റൻഡർ ഗ്രേഡ് 2 അല്ലെങ്കിൽ സെയിൽസ്മാൻ ഗ്രേഡ് 2 പരീക്ഷയുടെ ചോദ്യപേപ്പർ 135/2025 ആണ് ക്വസ്റ്റ്യൻ കോഡ്. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കും. ഓക്കെ, അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2. പിന്നെ 117/2025 എന്താണ് ഡഫേദർ മേസൺ സൂപ്പർ LGS ആയ, ഇതിവിടെ കയറി വന്നതാണ്. ഓക്കെ, ആയ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡഫേദർ മേസൺ സൂപ്പർ LGS ആയ പരീക്ഷയുടെ 117/2025 ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ 107/2025 ഇത് ഡ്രൈവർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് പരീക്ഷയാണ്. ഇതിന്റെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ബാക്കി ഡ്രൈവർ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 107/2025 ആദ്യത്തെ 50 ചോദ്യങ്ങൾ പഠിക്കുക. പിന്നെ 70/2025 പ്യൂണ്, റൂം അറ്റൻഡന്റ്, നൈറ്റ് വാച്ച്മാൻ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്, അത് പഠിച്ചു പോവുക. പിന്നെ 151/2024, 165/2024, 170/2024, 174/2024, അതായത് 2024 നടന്ന വേരിയസ് LGSന്റെ ചോദ്യ പേപ്പറാണ്. വേരിയസ് LGSന്റെ ചോദ്യ പേപ്പറാണ്. ഒറ്റഘട്ട പരീക്ഷയായി ഒരു 3-4 ജില്ല ബേസ് ചെയ്തിട്ടാണ് നടന്നത്. അങ്ങനെ നടന്ന 4 ഘട്ട പരീക്ഷയാണ്. അതിന്റെ ചോദ്യ പേപ്പർ പഠിച്ചു പോവുക. 4ഉം പഠിക്കണേ. പിന്നെ 091/2024 ഫാം വർക്കർ പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 085/2024 ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 074/2024 ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 061/2024 കൂലി വർക്കർ പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 057/2024 LGS അല്ലെങ്കിൽ ആയ ചോദ്യ പേപ്പർ. 019/2024 യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 245/2023 LGS ആയ പ്യൂൺ പരീക്ഷയുടെ ചോദ്യ പേപ്പർ നോക്കുക. പിന്നെ 189/2023 LGS വാച്ച്മാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ. 144/2023 LGS എക്സ് സർവീസ്മാൻ ചോദ്യ പേപ്പർ. 010/2023 അറ്റൻഡർ സ്റ്റോർ അറ്റൻഡർ KSIDCയിലേക്കുള്ള ചോദ്യ പേപ്പർ. 609/2023 ഇതിനു മുമ്പ് നടന്ന കമ്പനി ബോർഡ് LGSന്റെ ചോദ്യ പേപ്പർ. 122/2021 2021 LGS മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പർ. ഇങ്ങനെ 20 ചോദ്യ പേപ്പർ നിങ്ങൾ നിർബന്ധമായും വർക്കൗട്ട് ചെയ്ത് പോവുക. ഈ 20 ചോദ്യ പേപ്പർ നിർബന്ധമായി നിങ്ങൾ വർക്കൗട്ട് ചെയ്തു പോവുക. ഈ 20 ചോദ്യ പേപ്പറുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കും. ഈ പഠിച്ച കാര്യങ്ങൾ എന്താണ് അതിന്റെ വിശകലനം മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പഠിക്കാൻ പറ്റും. ഇത് മാത്രം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോയാൽ അത്യാവശ്യം 70+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് നോക്കണം. ബാക്കി ചോദ്യങ്ങൾ മാത്സിന്റെ ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ 70+ മാർക്ക് സ്കോർ ചെയ്യാം. കുറച്ചു ആത്മാർത്ഥമായി തയ്യാറെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് ഈ 90 തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന SCRT ചാപ്റ്റർ, ഈ പറഞ്ഞിരിക്കുന്ന 20 എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വിശകലനം ചെയ്ത് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലെവൽ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പർ 20 ദിവസം കൊണ്ട് 20 ചോദ്യ പേപ്പർ പഠിച്ചു പോവുക. 20 ചോദ്യ പേപ്പർ ചിലപ്പോൾ 20 ദിവസം കൊണ്ട് ചോദ്യ പേപ്പർ പഠിച്ചു പോകാൻ പറ്റും. വിശദമായ രീതിയിൽ പഠിച്ചു പോകണമെങ്കിൽ കുറച്ചുകൂടി ദിവസം എടുക്കും. 20 അല്ല 200 ദിവസം എടുത്തോ, സമയമുണ്ട്. നമുക്ക് 200 ദിവസം എടുത്തോ, സമയമുണ്ട്. ആ സമയം കൊണ്ട് ഇതിന്റെ മുഴുവൻ വിശകലനവും, അതായത് ഒരു ചോദ്യം ഉത്തരം അതിനനുബന്ധ ഉത്തരങ്ങൾ കണ്ടെത്തുക, അതിന്റെ എന്താണ് ഓപ്ഷനുകൾ കിടക്കുന്നത്, മറ്റേതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരമാണോ എന്ന് പരിശോധിച്ച് പോവുക. ഇങ്ങനെ പരിശോധിച്ച് പോയി 20 ചോദ്യങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് മാറിയിട്ടുണ്ടാകും. തീർച്ചയാണ്. ഓക്കെ, അങ്ങനെ എക്സ്ട്രാ ആയി മാറിയിട്ടുണ്ടാകും എന്ന് നമ്മൾ ഇവിടെ ഉറപ്പ് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതിന്റെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഒരു എന്താണ് കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നു മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി ബോർഡ് LGSന്റെ ഒരു ബാച്ചാണ്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന SCRT മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. SCRT മുഴുവൻ ലഭിക്കും. ഈ പറഞ്ഞിരിക്കുന്ന PYQ അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായി ലഭിക്കും. മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. റിവിഷൻ എക്സാമുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും.
ആപ്പ് വഴിയാണ് ക്ലാസ്സുകളും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ബാച്ച് കമ്പനി ബോർഡ് LGSന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. 7306662334 എന്ന് പറയുന്ന ഈ നമ്പറിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ SCRT PYQ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ നൽകും. മോഡൽ എക്സാമും റിവിഷനും പിന്നെ മറ്റ് പ്രധാനപ്പെട്ട മത്സ്യബന്ധനം, കായിക രംഗം, നദികൾ ഇതിനെ ഒക്കെ എക്സ്ട്രാ എന്ന് പറയുന്ന ഏറ്റവും മികവാർന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസ്സുകളും എല്ലാത്തിൻ്റെയും PDF നോട്ടുകളും നമ്മൾ നൽകും. ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ കവർ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. വെറും 650 രൂപയ്ക്കാണ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 650 രൂപയ്ക്കാണ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മുഴുവൻ സിലബസ് അവിടെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തുക. ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യ പേപ്പറും ഈ പറഞ്ഞിരിക്കുന്ന SCRT ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു പോവുക. കൃത്യമായി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.